നടനും കാസ്റ്റിംഗ് ഡയറക്ടറുമായ രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പെണ്ണും പൊറാട്ടും. ഈ വർഷം കണ്ട ഏറ്റവും മികച്ച സിനിമയാണിത്. അഭിനയം, ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക് തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ പണി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടാലിറ്റിയിൽ സിനിമ വളരെ മികച്ചതായി വന്നിട്ടുണ്ട്. രാജേഷ് മാധവന്റെ ആദ്യ സിനിമയാണ് ഇതെന്ന് ഒരിക്കലും പറയില്ല. അത്ര ഭംഗിയായി അദ്ദേഹം ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. പേര് പോലെ തന്നെ സറ്റയർ സ്വഭാവത്തിലുള്ള സിനിമയാണ് പെണ്ണും പൊറാട്ടും. ഡയറക്റ്റായാണ് സിനിമയിൽ കാര്യങ്ങളെ വിമർശിക്കുന്നതും കളിയാക്കുന്നതും. എങ്കിലും സിനിമയുടെ പുതുമയുള്ള ട്രീറ്റ്മെന്റ് കാരണം ചില പ്രേക്ഷകർക്ക് സിനിമ പറയുന്ന കാര്യങ്ങൾ കണക്ട് ആകാതെ പോയിട്ടുണ്ടാകും. അത്തരം പ്രേക്ഷകർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാജേഷ് മാധവൻ സംവിധാനം ചെയ്തിട്ടുള്ള പെണ്ണും പൊറാട്ടും എന്ന സിനിമയെക്കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. സിനിമയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. പെണ്ണും പൊറാട്ടും എന്നതാണ് സിനിമയുടെ പേര്. പൊറാട്ട് എന്നത് പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ്. ഒരു നാടൻ നാടകമാണ് പൊറാട്ട് എന്നത്. അതുകൊണ്ടാണ് പൊറാട്ട് നാടകം എന്ന് പറയുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൽ പൊറാട്ട് നാടകം എന്ന പ്രയോഗം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ആക്ഷേപഹാസ്യമാണ് പൊറാട്ട് നാടകം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണത്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ ഭാഗങ്ങളിലാണ് പ്രധാനമായും പൊറാട്ട് നാടകങ്ങൾ അരങ്ങിലുണ്ടായിരുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ നാട്ടുകാർ ഒത്തുകൂടുകയും പൊറാട്ട് അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആണുങ്ങളാണ് പൊറാട്ട് നാടകങ്ങളിൽ അഭിനയിക്കുക. അതായത് നാടകത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ കഥാപാത്രത്തെ ആണുങ്ങൾ പെൺവേഷം കെട്ടിയാണ് അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു ആൺ കലാരൂപമാണ്. പൊറാട്ട് എന്നാൽ പുറത്തെ ആട്ടം എന്നാണ് അർത്ഥം. അതായത് പുറത്തുള്ള ജനങ്ങളുടെ ആട്ടം. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് ഈ കലാരൂപം അരങ്ങിൽ കളിക്കാറുള്ളത്. പ്രധാനമായും പാണന്മാരാണ് പൊറാട്ട് നാടകം അരങ്ങിൽ അവതരിപ്പിക്കാറുള്ളത്. അതിനാൽ തന്നെ പാങ്കളി എന്ന പേരും ഈ കലാരൂപത്തിനുണ്ട്. ഇനി ഈ പേര് സിനിമയുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കാം. ടോട്ടലി സിനിമ സറ്റയർ സിനിമയാണ്. അതിനാൽ തന്നെ പൊറാട്ട് എന്ന പേര് സിനിമയ്ക്ക് ആപ്റ്റാകും. മാത്രമല്ല പൊറാട്ട് എന്ന കലാരൂപത്തിന്റെ ആഖ്യാന ശൈലിയാണ് സിനിമയുടെ എഴുത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ചെറിയ ഒരുപാട് പൊറാട്ടുകൾ ചേർന്നാണ് ഒരു വലിയ പൊറാട്ട് നാടകം അവതരിപ്പിക്കുക. അതായത് ഒരുപാട് ദേശത്തു നിന്നുള്ള പൊറാട്ട് സംഘങ്ങൾ പൊറാട്ട് നാടകം നടക്കുന്ന വേദിയിലെത്തും. പല കഥകളാണെങ്കിലും അവർ കോർത്ത് ഒരു ചെയിൻ പോലെയാണ് പൊറാട്ട് അവതരിപ്പിക്കുക. ഓരോ പൊറാട്ട് സംഘങ്ങളുടെയും കഥ പൂർണ്ണമാണെങ്കിലും അവയെല്ലാം ചേർന്ന് വലിയൊരു പൊറാട്ട് നാടകം ആ വേദിയിൽ അരങ്ങേറും. അതേ ശൈലിയാണ് രാജേഷ് മാധവൻ സിനിമയിലും ഉപയോഗിച്ചിട്ടുള്ളത്. സുട്ടു എന്ന നായയുടെ ചങ്ങല പൊട്ടിച്ചുള്ള ഓട്ടമാണ് സിനിമ പറയുന്നതെങ്കിലും അതിനോട് ചേർന്ന് നിരവധി ഇവന്റുകളും കാര്യങ്ങളും സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. ആ സംഭവങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്ന ഘടകം സുട്ടു എന്ന നായയാണ്. ഏകദേശം ഈ ഒരു ആഖ്യാന രീതി തന്നെയാണ് പൊറാട്ട് നാടകത്തിനും ഉള്ളത്. ഇനി നമുക്ക് സിനിമയുടെ ഐഡിയോളജിയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ അഭയാർത്ഥിയും ഒരു കഥയാണ്. അവർ വീര്യം തോറ്റവരല്ല, പ്രതിസന്ധിയിൽ ശക്തരായവരാണ്. ഇതാണ് സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന കാര്യം. ഈ ഒരു വാചകത്തോട് സുട്ടു പറയുന്ന ഒരു കാര്യവും കൂടെ ചേർത്ത് വായിച്ചാൽ ഈ സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കും. നിൽക്കാൻ പറ്റാത്തിടത്തു നിന്ന് ഓടിപ്പോകാൻ വേണ്ടിയിട്ടല്ലേ ഈ ലോകം ഇത്ര വലുതായിരിക്കുന്നത്. സുട്ടു സിനിമയുടെ തുടക്കത്തിലും അവസാനത്തിലും ഈ വാചകം പറയുന്നുണ്ട്. ഈ രണ്ട് വാചകങ്ങളും ചേർത്ത് വായിച്ചാൽ സിനിമയുടെ ഐഡിയോളജിയാകും. ഓരോ അഭയാർത്ഥിയും ഓരോ കഥയാണ്. നിൽക്കാൻ പറ്റാത്തിടത്തു നിന്ന് ഓടിപ്പോകാൻ വേണ്ടിയാണ് ഈ ലോകം ഇത്രയും വലുതായിരിക്കുന്നത്. ഇത് തന്നെയാണ് സിനിമയുടെ കോർ ഫിലോസഫി. മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ ഇഷ്ടമില്ലാത്ത ഇടത്ത് അല്ലെങ്കിൽ വിലയില്ലാത്ത ഇടത്ത് നിൽക്കരുത്. നമ്മളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടാതിരിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തുന്നതുവരെ യാത്ര ചെയ്യാനാണ് ഈ ഭൂമി ഇത്രയും വിശാലമായിരിക്കുന്നത്. ഇതാണ് സിനിമ പറയുന്നത്. ഈ കാര്യം സുട്ടുവിലൂടെ വളരെ അപ്സേഡ് ആയിട്ടാണ് സിനിമ പറയുന്നത്. അവസാനത്തിൽ അങ്ങനെ ഓടിപ്പോയ മൃഗങ്ങളുടെ ഒരു ദ്വീപ് കാണിക്കുന്നുണ്ട്. ആ ദ്വീപിൽ ആനകളെയും നായകളെയും പക്ഷികളെയും ആടുകളെയും എല്ലാം നമുക്ക് കാണാം. അവരെല്ലാം അവർ അംഗീകരിക്കപ്പെടാത്ത ഇടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി നടന്നവരാണ് സുട്ടുവിനെ പോലെ. ആ ദ്വീപിൽ ഉള്ളത് നിറയെ വളർത്തുമൃഗങ്ങൾ എന്ന് മനുഷ്യൻ വിളിക്കുന്ന മൃഗങ്ങളാണെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതിനർത്ഥം എല്ലാ വളർത്തുമൃഗങ്ങളും ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് എന്നാണ്. നായിക ടൗണിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ആന ചങ്ങല പൊട്ടിച്ചു പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. പേരെല്ലാം കഴുത്തിൽ തൂക്കിയ ഒരു ആനക്കുട്ടിയാണ് ചങ്ങല പൊട്ടിച്ചു പോകുന്നത്. ആ ആനയും സുട്ടുവിനെ പോലെ തനിക്ക് ഇടമില്ലാത്ത ഇടത്ത് നിന്ന് ഓടിപ്പോകുന്നതാണ്. ആ ആനയെ തളച്ച കുറ്റിയടക്കം ആ സീനിൽ നമുക്ക് കാണാനാകും. ഈ ആന തന്നെയാണ് അവസാനത്തിൽ സുട്ടുവിനോടൊപ്പം ആ ദ്വീപിലേക്ക് കടക്കുന്നതും. ഇത് സിനിമയുടെ ഒരു ലെയർ മാത്രമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്.
കാണിക്കുന്നുണ്ട്. സുട്ടുവിന്റെ ലെയർ മാറ്റി നിർത്തിയാൽ സിനിമ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാന സംഗതി ആൺലോകത്ത് ജീവിക്കേണ്ടി വരുന്ന പെണ്ണിനെ കുറിച്ചാണ്. സിനിമയിലെ നായികയിലൂടെയാണ് രാജേഷ് മാധവൻ ഇത് പറയുന്നത്. പൊറാട്ട് എന്ന കലാരൂപം ആണുങ്ങളുടെ മാത്രം കലയാണെന്ന് പറഞ്ഞല്ലോ. അതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പോലും ആണുങ്ങൾ പെൺവേഷം കെട്ടിയാണ് അവതരിപ്പിക്കുക. സിനിമയിലും ആണുങ്ങൾ മാത്രമാണ് ഉള്ളത്. സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാട് പേർ ഉണ്ടെങ്കിലും സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാവരും ആണുങ്ങളെ പോലെ ചിന്തിക്കുന്ന പെണ്ണുങ്ങളാണ്. ആണുങ്ങളുടെ ലോകത്തിനു വേണ്ടിയാണ് സിനിമയിലെ എല്ലാ സ്ത്രീകളും ചിന്തിക്കുന്നത്. അതിനപ്പുറമുള്ള സ്ത്രീ എന്ന നിലക്കുള്ള നിലനിൽപ്പ് അതിലെ കഥാപാത്രങ്ങൾക്ക് ഇല്ല, നായിക ചാരു എന്ന കഥാപാത്രം ഒഴിച്ച്. അതുകൊണ്ടാണ് സിനിമയ്ക്ക് പെണ്ണും പൊറാട്ടും എന്ന പേര് നൽകിയത്. അല്പസമയം പട്ടട എന്ന നാട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ ചാരു എന്ന പെൺകുട്ടിക്ക് നഷ്ടപ്പെടുന്നത് തന്നെയാണ്. പൊറാട്ട അരങ്ങേറുന്നത് പട്ടട എന്ന ഗ്രാമത്തിലാണ്. സുട്ടു എന്ന നായയുടെ ഓട്ടത്തോടൊപ്പം നിരവധി കാര്യങ്ങൾ പട്ടടയിൽ സംഭവിക്കുന്നുണ്ട്. കുമാറിന്റെ വീട്ടിലെ പണപ്പയറ്റ്, അവിടുത്തെ കലഹങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇതെല്ലാം ഓരോരോ പൊറാട്ടുകളാണ്. അതായത് ഗ്രാമത്തെ മുഴുവനായി എടുക്കുമ്പോൾ ആ ഗ്രാമത്തിൽ മുഴുവൻ ഒരൊറ്റ വലിയ പൊറാട്ടാണ് അരങ്ങേറുന്നത്. എന്നാൽ ചാരുവും അവളുടെ ആങ്ങള ചാരുഹാസനും ഗ്രാമത്തിനും പുറത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഈ പൊറാട്ടിന്റെ ഭാഗമല്ല. പക്ഷേ ചാരുഹാസൻ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അപ്സൈഡായി നടക്കുന്ന ആ പൊറാട്ടയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് കാരണം അയാളൊരു ആണായതുകൊണ്ടാണ്. പക്ഷേ ചാരുവിന് അതിനാകുന്നില്ല. കാരണം പെണ്ണുങ്ങൾ പൊറാട്ടിൽ പങ്കെടുക്കില്ല. അതുകൊണ്ട് തന്നെ പെണ്ണും പൊറാട്ടും എന്ന പേര് വളരെ ആപ്റ്റാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആൺലോകത്ത് ജീവിക്കേണ്ടി വരുന്ന ചാരു എന്ന പെൺകുട്ടിയുടെ കഥ കൂടിയാണ് പെണ്ണും പൊറാട്ടും. സുട്ടുവിനെ പോലെ ഒരു ദിവസം അവളും അവളെ അംഗീകരിക്കുന്ന, മാനിക്കുന്ന ഒരു ലോകത്തേക്ക് രക്ഷപ്പെടുമായിരിക്കും. അല്ലെങ്കിൽ അവൾ നിലനിൽക്കുന്ന ആ ലോകത്തെ തന്നെ മാറ്റിമറിക്കുമായിരിക്കും. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന കലാപത്തിന് ശേഷം എല്ലാവരും ആയുധം ഉപേക്ഷിക്കുമ്പോൾ സുജാതൻ എന്ന കുട്ടി മാത്രം ഒരു കത്തി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അയാളാണ് പിന്നീട് പട്ടടയിലെ സുജാതൻ മാഷായത്. കലഹത്തോടുള്ള അയാളുടെ കൊതി കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങിയതാണെന്ന് സിനിമ അടിവരയിടുന്നുണ്ട്. പട്ടടയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഊതി വീർപ്പിക്കുന്നതും അവിടെ കലാപം ഉണ്ടാക്കുന്നതും സുജാതൻ മാഷാണ്. സുട്ടുവിന് പേയാണെന്ന് പറഞ്ഞു പരത്തുന്നത് പോലും സുജാതൻ മാഷാണ്. ചുരുക്കത്തിൽ പട്ടടയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ കലാപങ്ങൾക്കും കലഹങ്ങൾക്കും പിന്നിൽ സുജാതൻ മാഷാണ്. പൊറാട്ട് നാടകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു വിദൂഷകന്റെ കഥാപാത്രം പെർഫോം ചെയ്യും. ഈ കഥാപാത്രമാണ് ചോദ്യങ്ങളിലൂടെ മുഴുവൻ നാടകത്തെയും കഥാപാത്രങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുക. വേദിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ പൊറാട്ടുകളെയും ചോദ്യങ്ങളിലൂടെ ബന്ധിപ്പിച്ച് ഒരൊറ്റ നാടകമാക്കുന്നതിൽ ഈ കഥാപാത്രത്തിന്റെ പങ്ക് വലുതാണ്. ഒരുപക്ഷെ സിനിമയിൽ വിദൂഷകൻ സുജാതൻ മാഷായിരിക്കാം. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ സീനുകളിലും ഉള്ളൊരു കഥാപാത്രം ഇയാൾ മാത്രമാണ്. കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇവന്റുകൾക്ക് തുടക്കമിടുന്നതും സുജാതൻ തന്നെയാണ്. എല്ലാ തരത്തിലും മികച്ച സിനിമ തന്നെയാണ് പെണ്ണും പൊറാട്ടും. പലർക്കും ഈ സിനിമ വർക്കായില്ലെന്ന് പല കമന്റുകളിൽ നിന്നും മനസ്സിലായി. വൺസ് സിനിമയിലേക്ക് ഇന്നായ ഒരാൾക്ക് മികച്ച സിനിമാനുഭവമായിരിക്കും പെണ്ണും പൊറാട്ടും. രാജേഷ് മാധവന്റെ അടുത്ത സിനിമക്കായി കാത്തിരിക്കുന്നു. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും പെണ്ണും പൊറാട്ടും എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ അനാലിസിസ്, ഐഡിയോളജി ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.